നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് കേട്ടില്ല. ഒരു പരിഹാസ്യ കഥാപാത്രമായി ആൾക്കാരുടെ മുന്നിൽ, മലയാളിയുടെ മുന്നിൽ ഇപ്പൊ ടിന്നിട്ടോ. അത് നൂറുപ്പിക്കാൻ വേണ്ടി ഞാനിപ്പോ വന്നത്. അൻസിബ എന്ന ഈ ഭരണക്കൂട്ടത്തിൽ ഏറ്റവും ജൂനിയറായ, എതിരില്ലാതെ തെരഞ്ഞെടുത്ത കുട്ടിക്കെതിരെ അഭിഹിത കഥകൾ പറഞ്ഞ് രസിക്കുകയാണ് അമ്മയുടെ ഭരണസാരഥി. എന്നെ ആപ്പിലാക്കാതെ അനന്തൻ എത്രയും പെട്ടെന്ന് ഒന്ന് സ്ഥലം വിടണം. അതൊക്കെ പറയാൻ ഈ പുരുഷ വേശ്യകൾക്ക് എന്ത് അവകാശം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവൻ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയാൻ ഞാൻ എന്ത് തെറ്റി രാമേട്ട? ഇവനൊക്കെ മാന്യനാണെങ്കിൽ കുഴപ്പമില്ലെന്നേ, പുരുഷ വേശ്യകളാണ്. എന്തുവാടേ ഇത്? പറയുന്നവൻ മാന്യനായിരിക്കണം. എങ്കിൽ പറഞ്ഞോട്ടെ. താനെന്താണ് മൊന വെച്ച് സംസാരിക്കണത്? എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. പ്രേം നസീറിനെ പറ്റി ഇല്ലാ കഥ പറഞ്ഞ ടിന്നി ടോം അതൊക്കെ പണ്ട്. പ്രേം നസീർ ട്രസ്റ്റിന് മുന്നിൽ ടിന്നി ടോമിനെ ഹാജരാക്കി. അവരുടെ മുന്നിൽ സമസ്ത അപരാധം പറഞ്ഞു. അതിന് കൂടെ പോയത് അൻസിബയായിരുന്നു. നന്ദി വേണോടാ, നന്ദി. ആ ഒരു ബോധം പോലും ഇല്ലാതായി പോയി ടിന്നി ടോമിന് എന്ന് പറയാം. മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം എന്താ അറിയോ? അന്തസ്. അത് നിങ്ങൾക്കില്ല. ടിന്നി ടോമിന് നല്ല തൊലിക്കെട്ടിയുണ്ടെന്ന്. എത്ര ആരെന്തൊക്കെ തെറി വിളിച്ചാലും ചിരിച്ചോണ്ടിരിക്കും. നീന കുറുപ്പിനെ വേദിയിലിട്ട് തല്ലാൻ പോയത്ര ടിനി. ആരാ? എറണാകുളത്തെ വൈറ്റിലെ ഗുണ്ടയോ? ഞാൻ ചോദിക്കുന്നത്, ടിനി നീ ഒരു ആണാണെങ്കിൽ എന്തിനാണ് ഇങ്ങനത്തെ നാണം കെട്ട പണികൾക്ക് പോകുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്താ അതിന്റെ വിചാരം? ഈ പെൺകുട്ടികളെ ഇൻസൾട്ട് ചെയ്യുന്നത് വലിയ ക്രെഡിറ്റ് ആണെന്നാണ്. മോൻ പാതിരാത്രി വെളിവില്ലാതെ കാർ ഓടിച്ച് വന്ധ്യവയോധികരായ ദമ്പതികൾ, ഭാര്യയും ഭർത്താവും ജീവിക്കുന്ന ഒരു വീട്ടിൽ അവരെ ഉറക്കം കെടുത്തി. ഇങ്ങനൊരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അവസാനം അവരുടെ വിദേശത്തുള്ള മകൻ വന്ന് കേസ് കൊടുത്ത്. അതാണെങ്കിലും ഒരു അസൂര്യ വിത്ത് മേക്കാൻ പെടുന്ന പാടെ എനിക്കും ദൈവത്തിന് മാത്രം അറിയാം. ഞാൻ ടിനിയെ വിളിച്ചു. അസൂയാണ് ചേട്ടാ എന്നായിരുന്നു ടിനിയുടെ മറുപടി. നാട്ടിലെ പ്രമാണിയായി പോയില്ലേ? എന്റെ കാശും സമ്പന്നതയൊക്കെ കണ്ട് വീട്ടിൽ കിടക്കുന്ന വില കൂടിയ കാറൊക്കെ കണ്ടപ്പോ അയൽപൊക്കക്കാർക്ക് ഇവിടെ പട്ടിക്ക് മുടി വളർന്ന അമ്പട്ടൻ എന്തൊരു കാര്യം. സാർ എവനെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ഇത് എല്ലാ കുളങ്ങളിലും, കൂതറ കുളങ്ങളിലും നല്ല കുളങ്ങളിലും എല്ലായിടത്തും ചാടി ഇറങ്ങുന്ന ഒരുത്തൻ. നമുക്കറിയാം അവന്റെയൊക്കെ കഥ. സമയവും പണവും മാനവും കോടതി വരാന്തകളിൽ കളയാനില്ലാത്തത് കൊണ്ടുമാണ് ഞാനിപ്പോ പല കഥകളുടെയും ഡോസേജ് കുറച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞ പേടിച്ചിട്ടാ, പഴയ പോലെ ഒന്നുമല്ല. അപ്പൊ നമുക്ക് വൈകുന്നേരം കാണാം.